നമസ്കാരം. ഇന്ന് ഞാൻ അമേരിക്കയിലെ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചില ധാരണകൾ, അമേരിക്കയിൽ ഈ കൂലിപ്പണിക്കാരൊക്കെ ഉണ്ടോയെന്ന് അറിയാനും ആഗ്രഹം. അത് നമ്മളിപ്പോൾ നാട്ടിലുള്ള കൈക്കോട്ട് പണി, അതുപോലെ തന്നെ വയറിങ്, പമ്പിങ്, അതുപോലെ തന്നെ എല്ലാ തരം ജോലികളൊക്കെ ഉണ്ടല്ലോ, അടിച്ചു വാരി, അതുപോലെ തന്നെ പല ജോലികളും എങ്ങനെയാണ് ഇവിടെ അമേരിക്കക്കാർ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നല്ല ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവിടെ ഉദാഹരണം ഒരു തേപ്പ് പണിക്കാരന് നമ്മൾ സിമെൻറ്റും ഒക്കെ തേക്കുന്ന ഒരു വർക്കാണെങ്കിൽ അവർ വരുന്നത് രാവിലെ വരുന്നത് കാറിലാണ്. നല്ല കാറിൽ അവരുടെ എല്ലാ പണി സാധനങ്ങളും, ഈവൻ മണലും സിമെൻറ്റും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പിട്ട് അവരുടെ ഏരിയ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത്തിരി തേക്കാനുണ്ട്. അത് കണക്കായി എല്ലാ A to Z സാധനങ്ങളുമായിട്ട് രാവിലെ കാറിൽ വരിക. എന്നിട്ട് ആ വർക്ക് അവരങ്ങ് ചെയ്യുന്നു. അവർക്ക് ജസ്റ്റ് വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരെടുത്തോളും. അത് നമ്മൾ ആദ്യം കോണ്ടാക്റ്റ് പറഞ്ഞ പൈസ കൊടുക്കുന്നു, പോകുന്നു. അവർ വരുമ്പോൾ ഒരു ഡോക്ടർമാരൊക്കെ വരുന്ന സ്റ്റൈലിലാണ് വരിക. ഇവിടെ ഒന്ന് ഡ്രസ്സ് മാറി, അതിന് അവരെ വണ്ടിയിൽ നിന്ന് തന്നെ, കാറെന്ന് പറഞ്ഞ വെച്ചാൽ ഇത്തരം പിക്കപ്പ് വണ്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ അവരെല്ലാ സാധനവും, ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഹൈറ്റിൽ ഓരത്തെ കയറണമെങ്കിൽ തന്നെ അതിൻ്റെ കോണി, ആ ലാഡറൊക്കെ അവരുടെ കയ്യിലുണ്ട്. എത്ര ഹൈറ്റ് കൂടിയ ലാഡറാണെങ്കിലും അവരുടെ കയ്യിലുണ്ടാവും. എനിക്കുകൊണ്ട് അപ്സ്റ്റെയറൊക്കെ അവർ സിമ്പിളായിട്ട് കയറാനുള്ള പണിയായുധങ്ങൾ അവരുടെ കൈവശം ഉണ്ടാവും എപ്പോഴും. അത് ചെറിയ പണിക്ക് പോവുകയാണെങ്കിൽ, വലിയ പണിക്ക് പോവുകയാണെങ്കിൽ ഈ വലിയ വണ്ടിയായിട്ട്, അത്യാവശ്യം ഒരു പിക്കപ്പ് വണ്ടിയായിട്ടാണ് അവർ പോവുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. ഇനി വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിന് കുറച്ച് ചാർജ് കൂടും എന്നുള്ളത് ശരിയാണ്. എങ്കിലും നമ്മൾ അവരെപ്പറ്റി ബോധേഡാവേണ്ട ആവശ്യം ഒന്നുമില്ല. അവർ A to Z കാര്യങ്ങൾ ചെയ്ത് വൃത്തിയായിട്ട് ആ ടൈമിൽ വന്ന് പോകുന്ന ഒരു സ്റ്റാൻഡേർഡ് ജോലിയാണ്. എല്ലാ ജോലിക്കും, ഇവിടെ ഡോക്ടർ പണി എന്ന് മാത്രമല്ല, ഏത് ജോലിക്കും അതേ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളതാണ്. അതേ കൂലിയും അത്യാവശ്യം നല്ല കൂലിയുണ്ട്, ശമ്പളം. ഇതാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കാണ്. അടിച്ചു വാരുക എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ അടിച്ചു വാരല്ല, ഒരു തരം നമ്മൾ കാറ്റടിച്ച് ഇലകളൊക്കെ ദൂരോട്ട് കളയുക. കാറ്റടിച്ചിട്ട് അതിനൊരു മോട്ടർ ഉണ്ടാകും, മോട്ടർ ഉപയോഗിച്ചിട്ട് കാറ്റടിച്ചിട്ട് ഇലകളൊക്കെ, അത് പിന്നെ ഉണങ്ങിയ ഇല ആണെങ്കിൽ അത് ഒരു കടലാസ് പേപ്പറിൽ കവറിൽ പൊതിഞ്ഞിട്ട് ഒരു വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഈ ക്ലീനിങ് ഒക്കെ റോഡായാലും വീടാണെങ്കിലും ഒരു കോണ്ടാക്റ്റ് ബേസിൽ ഒരു പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പോലീസാണെങ്കിലും പോലീസിൻ്റെ കാര്യം, നമ്മളിപ്പോൾ പോലീസ് പിടിച്ചാൽ അന്നേരം ഫൈൻ അടിക്കുക, അതുപോലെ ആ കാര്യമല്ലാതെ റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ ഒന്നുമില്ല, ആരെയും നോട്ടല്ല, ആരാണ്. ഇനിയിപ്പം അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയാലും ഫൈൻ അടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള, ആർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും 100% തുല്യരാണ്. അവിടെ ദർ ഈസ് നോ റെക്കമെൻഡേഷൻ. അതാണ് റോഡിലെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ 1-2 പോലീസുകാരായിട്ട് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, ഇവിടുത്തെ ആളുകളുമായിട്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ. അമേരിക്കക്കാർ ഏറ്റവും വെറുക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് റോഡിൽ തുപ്പുക, മൂത്രമൊഴിക്കുക. അതിന് ഏത് മാന്യനാണെങ്കിൽ പോലും, ഇപ്പോൾ മാന്യന്മാർക്കൊക്കെ ഒരു പട്ടി ഉണ്ടാവും, ആ പട്ടിയായിട്ട് നടക്കുകയാണെങ്കിലും ബൈ ചാൻസിൽ ആ പട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ അവൻ എത്ര മാന്യനാണെങ്കിലും ആ പട്ടിക്കാട്ടം ആ അങ്ങാടിയിൽ വെച്ചിട്ട് ഒപ്പിയെടുത്ത് കവറിലാക്കി, റോഡ് സൈഡിലൊക്കെ എല്ലായിടത്തും ഏറെക്കുറെ സ്ഥലത്തൊക്കെ പട്ടിപ്പെട്ടി ഉണ്ടാവും. ഈ പട്ടിയുടെ കാട്ടം നിക്ഷേപിക്കുന്നതിനൊരു പട്ടി ബോക്സ് ഉണ്ടാവും, മാലിന്യ ബോക്സ്, അവിടെ ഇട്ടിരിക്കണം. ഇതവിടുത്തെ ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും മാന്യമായ ഒരു പെരുമാറ്റ രീതിയാണ്, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ഇത് വലിയൊരു അപരാധമാണ് അവരുടെ മുമ്പിൽ. നമ്മളാരെങ്കിലും ഒന്ന് റോഡിൽ തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും തുറച്ച് നോക്കും, ഇവനെന്ത് കാര്യമാണ് ചെയ്തത്, എന്ത് തെമ്മാടിത്താണ് ചെയ്തതെന്നുള്ള ഭാവത്തിലാണ് നോട്ടം. അപ്പോൾ തുപ്പുക എന്ന് പറയുന്നത് പാടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും അതിന് സ്പെഷ്യൽ ഏരിയയിലുണ്ടാവും, വീട്ടിൽ നിന്ന് തുപ്പി പോരുക എന്നല്ലാണ്ട് ഒരു മാർഗവുമില്ല.
ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ്, മുമ്പിലെ സീറ്റിലുള്ള ആൾ തുപ്പുന്നത് യാതൊരു കാര്യവും ബാക്കിലുള്ളവൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇനി ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ബൈക്ക് സ്പീഡിൽ പോകുന്ന ബൈക്കിൽ തുപ്പാനുണ്ടെങ്കിൽ ഒരൊറ്റ തുപ്പലാണ്. ബാക്കിൽ തൻ്റെ പിറകിൽ വേറൊരു ബൈക്കുകാരനുണ്ട് എന്നുള്ള ധാരണ അവനുണ്ടാവില്ല. പലപ്പോഴും നമുക്കൊക്കെ അനുഭവമാണത്. മാത്രമല്ല ഇതിങ്ങനെ തുപ്പുമ്പം കാറ്റിൻ്റെ ശക്തി കൊണ്ട് തുപ്പൽ വളരെ ശക്തിയായിരുന്നു നമ്മളെ മുഖത്ത് വന്ന് തെറിക്കുക. ഇത് പലപ്പോഴും കാണാറുണ്ട്. അപ്പം ബൈക്ക് യാത്രക്കാരൊക്കെ ഇത് നല്ല ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് പലതരത്തിലുള്ള അസുഖവും പിന്നെ ഇതൊരു മാന്യതക്കുറവുമാണ്. മറ്റുള്ളവന് മുഖത്ത് തുപ്പുന്നത് പോലെ തന്നെയാണ് നമ്മൾ റോഡ് തുപ്പുന്നതും ഒക്കെ തന്നെ. അസുഖങ്ങൾ പകർത്തുക എന്നതിലുപരി അതുകൂടെ തന്നെ നമുക്ക് മറ്റുള്ളവനെ കാണുമ്പോൾ തുപ്പുക, അവൻ്റെ സൈഡിലേക്ക് തുപ്പുക എന്ന ഒരു വളരെ അനാദരവാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇത്തരം വീഡിയോയുമായി ഇനിയും വരാം. ഗുഡ് ബൈ.